ഒട്ടനവധി സംസ്ഥാന തലത്തിലുള്ള അവാർഡുകൾ നേടിയ പ്രിയങ്കരനായ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഈ ഹെവൻസ് കൂട്ടുമൂച്ചയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖാണോ? സുഖാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ ആനുവൽ ഡേക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു അതിഥിയായിട്ട് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നും ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് കിട്ടുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്ഥാപനം നമുക്ക് ഒരുപാട് ഊർജം നൽകും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു സ്ഥാപനത്തിന്റെ മഹിമ എന്നെക്കാൾ നിങ്ങൾക്കറിയാം. മക്കൾ കുറച്ച് ജുസ് പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പല ഭാഷകൾ അതിലൂടെ മറ്റു സബ്ജക്റ്റുകളൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു പഠനം അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ വരാനും കുട്ടികളുടെ കാണാനും ഒരു കുറച്ച് ഖുർആൻ പാരായണം ഞാൻ കേട്ടു. അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഞാനിവിടെ വരാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും ഞങ്ങൾ കുറേ പാട്ടുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത്തരം പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? വെറുതെ കള്ളം പറയരുത്. ഇല്ല, കേട്ടിട്ടില്ല. ഞാനും കുട്ടികളും ആഴ്ചയിൽ ഇങ്ങനെ കുറച്ച് പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകളും എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. കണ്ടവരുണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടിട്ടുണ്ടാരെങ്കിലും? ഓക്കെ, താങ്ക് യു. കണ്ടവരുണ്ട്. ഈ ആഴ്ചയിൽ ഇങ്ങനെ പാട്ടുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പാട്ടുകൾ, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ, അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ പാട്ടുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഈ 2024 കുട്ടികളെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കല പഠിപ്പിക്കാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് വന്നു എന്നുള്ളതാണ്. അതിൽ ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നൃത്തം, അതുപോലെ ഓക്കെ കുറേ നല്ല മാപ്പിളപ്പാട്ടുകൾ കാണാൻ കാരണം അതാണ്. വൈദ്യരെ കുറിച്ചൊക്കെ കുറേ പറയുന്ന കുറേ മാപ്പിളപ്പാട്ടുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം റീൽസ് ഒക്കെ ശരിക്കും നിങ്ങൾ കാണാനിടയായത്. ഞാനിവിടെ ഓർക്കുന്നത്, ഞാനിവിടെ വരാനുള്ളൊരു കാരണം തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ്. കുട്ടികളെ കൂടെ പാടിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ എന്നെ അറിഞ്ഞതും ഞാനിവിടെ വരാനുള്ളൊരു കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ കുറച്ച് പാട്ടുകൾ പാടാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യോ? ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾ ശരിക്കും ആരാണ്? ഫസീല മാം. നമുക്ക് ഫസീല മാമിന് ആദ്യം ഒരു പണി കൊടുക്കാം. എന്തായിരിക്കും ഒരു ഉഷാറില്ലാത്ത ഒരു പണി കൊടുക്കാം. ടീച്ചർ പാടുമെന്ന് എനിക്കറിയില്ല. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ? ഞാൻ അറിയുന്ന ഒരു മാപ്പിളപ്പാട്ട്. നിങ്ങൾ ഇങ്ങോട്ട് വാ, നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുക്കുക ടീച്ചർക്ക്. നമുക്ക് ടീച്ചർക്ക് ഒരു ചെറിയ പണി കൊടുത്തോണം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാട്ടുകൾ പാടാൻ. ഞാനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു 4 വരി ഞാൻ അനുപല്ലവി പാടാം. നിങ്ങൾ അതിൻ്റെ പല്ലവി എനിക്ക് പാടിത്തരണം. പേടിക്കുന്നു? ഓക്കെ, അറിയുന്ന സിമ്പിളായിട്ടൊരു മാപ്പിളപ്പാട്ട് പാടാം. ഓക്കെ, ടീച്ചർ റെഡിയാണെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പാടട്ടെ, നിങ്ങൾ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യോ? പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക് കവിതകൾ ഉരവിട്ട ദിവിടം, മസിനവിക്കുറവിയ മറബിക്കട്ടിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കറക്ക മരങ്ങൾ നിര നിര നിരയായി. ഓക്കെ, അറിയുന്ന കുറെ ആളുകളുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കുറെ നല്ല പാട്ടുകാർ നമ്മുടെ വേദിയിൽ ഉണ്ടാവും. ഓഡിയൻസിന്റെ കൂട്ടത്തും എവിടെ പ്രോഗ്രാമിന് പോയാലും ചില പേരൻസ് ഒക്കെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ അവസരമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അന്നൊന്നും ശരിക്ക് ഷൈൻ ചെയ്യാനുള്ള സാഹചര്യം അല്ലായിരുന്നു. ഇന്നൊരു അവസരം കിട്ടിയാൽ പാടാമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്കും പാടാം. ഒന്ന് ഒരുമിച്ച് എന്നെ കൂടെ പാടുമോ ഈ പാട്ട്? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, നിര നിര നിരയായി. ഞാൻ കുറച്ച് പാട്ടുകൾ പാടാം. അറിയുന്നവർ എന്നെ തുടക്കം എനിക്ക് പാടിത്തരണം. റെഡി, ഒന്നുകൂടെ പാടാം. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക് കവിതകൾ ഉരവിട്ട ദിവിടം, മസിനവിക്കുറവിയ മറബിക്കട്ടിവിടം.
ഒട്ടകങ്ങൾ ഒന്ന് കൈയടി. വരി വരി വരിയായി കാരക്കമരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേറ്റുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു തൊടുത്ത് സിപ്പൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചുടുകാറ്റിനോലികളും. കുറച്ച് പാട്ടുകൾ നിങ്ങളെയും കൂട്ടിയിട്ട് നമുക്ക് പാടാം. കുറച്ച് ടീച്ചേഴ്സിന് നമുക്ക് നല്ല പണി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാട്ടുകൾ പാടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരാൻ സാധ്യതയില്ല. അത് അത്തരം പാട്ടുകൾ വരുന്നത് ഞങ്ങൾക്ക് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് വന്നത് കൊണ്ടാണ്. അതിൽ ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും പുതിയ കാലത്തെ സിനിമാ സാധ്യതകളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ലൊരു സ്ഥാപനത്തിൽ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ കൾച്ചറിൽ തന്നെ നമ്മുടെ മോറൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചിത്രകലയിലെ സാധ്യതകൾ ഭയങ്കരമാണ്. അപ്പം ചിത്രകലയ്ക്ക് നമ്മുടെ ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ, ആരെങ്കിലും ഒരാൾ ചിത്രകലയ്ക്ക് നമ്മുടെ ഒന്ന് ഒച്ചത് പറയൂ. കാലിഗ്രഫി ചെയ്യുന്ന കുറേ ആളുകളെ എനിക്കറിയാം, നന്നായി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയും ഡോക്ടർ ആയാൽ മതി, എഞ്ചിനീയർ ആയാൽ മതി, വേറൊന്നും ഞങ്ങൾക്ക് ആവണ്ട. കലാമേഖലയിൽ നമ്മുടെ മോറൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകളുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിൽ ചിത്രകല പഠിപ്പിക്കാൻ ഏകദേശം 50ഓളം വേക്കൻസി സർക്കാർ വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു 50 വേക്കൻസി വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിർബന്ധമായിട്ടൊന്ന് ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം എത്രയാണ് അതിന് സാലറി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 35-40 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. അപ്പൊ ശരിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയാണ്, ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്, എൻ്റെ സാലറി എന്ന് പറയുന്നത് ഞാൻ റൂം റെന്റ് കൊടുക്കുന്നത് 40,000 രൂപയാണ്, ഞാൻ സാലറി മേടിക്കുന്നത് 2 lakh ആണ്, ഞാൻ റീബോക്ക് കമ്പനിയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഡിസൈനർ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിലെ സാധ്യതകൾ പറഞ്ഞു. അറബി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ അദ്ദേഹം പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഞാൻ കുട്ടികളുടെ മുമ്പിലേക്ക് അതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പൊ ചിത്രകലയിലെ സാധ്യത, ആർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൽ രണ്ടാമത് പറയുന്നത് സംഗീതത്തെക്കുറിച്ചാണ്. സംഗീതം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അതൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. കലയില്ലാത്ത ഒന്നും നമ്മുടെ മുമ്പിലില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു ചെറിയ കലാകാരനായതുകൊണ്ടായിരിക്കാം എന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ചില ആൾക്കാരൊക്കെ എന്നോട് പറയും പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, സംഗീതം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പാട്ട് ഞങ്ങൾ കേൾക്കാറില്ല, പാട്ട് കേൾക്കാറേ ഇല്ല എന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരോട് ഞാൻ തിരിച്ചു പറയുന്നൊരു മറുപടിയാണ്, അങ്ങനെയെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബാങ്ക് തന്നെ കേൾക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം കേൾക്കരുതെന്ന് ഞാൻ അവരോട് പറയും. ഞാൻ പറയാൻ കാരണം നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറുടെ ഒരു റീല് ഈ അടുത്ത് ഭയങ്കര വൈറലായിരുന്നു. സൗദി അറേബ്യയിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ 5 പള്ളികളിൽ നിന്നും 5 നേരം 5 രാഗത്തിലുള്ള ബാങ്കുകളായിരുന്നു. ബാങ്കിലെ സംഗീതം ശരിക്കും നമ്മൾ ഇരുന്നു പോകും. അബ്ദുറഹ്മാൻ സുജേസിയെ പോലുള്ള ആളുകളുടെ ഖുർആൻ പാരായണം നമ്മളെ ഇരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിലേറെ പറയണം, മാപ്പിളപ്പാട്ടുകൾ തന്നെ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം അതൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. മാപ്പിളപ്പാട്ട് കേൾക്കാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇപ്പൊ ചില പാരന്റ്സ് പറയാറുണ്ട് ഞങ്ങൾ പാട്ട് കേൾക്കാറില്ല, പാട്ടേ കേൾക്കാറില്ല. എനിക്ക് ഉറപ്പാണ് കുട്ടികളെ നിങ്ങൾ താരാട്ടുപാട്ട് പാടിക്കൊടുത്ത് തന്നെയാണ് കുട്ടികളെല്ലാരും ഓർക്കുന്നത്, അല്ലേ? ആണോ? ഒരു താരാട്ടുപാട്ട് ആരെങ്കിലും പറയൂ? താരാട്ടുപാട്ട്. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമനെ ആശയേകും മാമ്പലേ അല്ല തന്ന കാതലേ. എല്ലാവരും പാടാൻ അറിയുന്നവരും പാടാൻ അറിയാത്തവരൊക്കെ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഡാൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്തിട്ടും കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറക്കാൻ പറ്റില്ല. സംഗീതം അത്രമേൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നല്ല മാപ്പിളപ്പാട്ടുകൾ അവരെ കേൾപ്പിച്ചാൽ ഒരു പക്ഷേ കുറെ മാറ്റങ്ങൾ ചിലപ്പോൾ അവരിലേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ മൊബൈൽ കൊടുക്കുമ്പോൾ തന്നെ ചെറിയ വാക്കുകളിൽ പോലും വലിയ സാഹിത്യം ഒളിപ്പിച്ച ഒരുപാട് കവികൾ നമ്മുടെ മുമ്പിലുണ്ട്, മാപ്പിളപ്പാട്ട് ശാഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ അടുത്തൊരു പാട്ട് ഞാൻ കേട്ടു, നല്ല മെസ്സേജ് തരുന്നൊരു പാട്ട്. ഞാൻ 2 വരി പാടാം, നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മിഞ്ഞപ്പാലിൻ വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിന്റെ കാലം, അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിര് വരയ്ക്കുന്ന കാലം,
ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. നല്ല വാക്കുകളാ പറയുന്നത്. അമ്മിഞ്ഞ പാലിൻ വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിന്റെ കാലം. അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിര് വരയ്ക്കുന്ന കാലം. ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. നല്ല മാപ്പിളപ്പാട്ടുകൾ നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ കാലത്തെ കുറെ ഇപ്പം KT മുഹമ്മദ് സാഹിബ് തന്ന കുറെ നല്ല പാട്ടുകളുണ്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഈ പാട്ടിന്റെ തുടക്കം എന്താ? ഇതിന്റെ തുടക്കം എനിക്ക് ആരെയും പാടി തരും? ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. എല്ലാരും അറിയോ? എന്നാ ഞാൻ മൈക്ക് തരട്ടെ. ഓക്കെ, എന്നാ നല്ലൊരു കയ്യടി കൊടുക്കുക നിങ്ങൾ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയെന്ന് തണ്ണീരകം ചേർത്ത് മണ്ണതിനാല് മറുപാടും പഠിക്കുള്ളൂ. തുടക്കം പഠിച്ചു. വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടില്. കഥയെന്തെന്നറിയുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടില്, കബറന്ന ഭയങ്കര വീട്ടില്. നല്ലൊരു കൈയടി കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാനിപ്പോ ഒരു 4-5 പേര് ഇവിടെ പാട്ട് പാടുന്നത് ശരിക്കും കണ്ട് എല്ലാവർക്കും പാടാൻ അറിയാം. സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ ആണുങ്ങളെ മാനം കാക്കാൻ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ പാടിക്കാം. നല്ല മെസ്സേജ് തരുന്ന ഒരു പാട്ടാണ് ശരിക്കും നമ്മളിപ്പോൾ കേട്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു പാട്ട് നമുക്കിപ്പോൾ പഴയ കാലത്ത് ആളുകൾ പാടി നടന്നിരുന്നത്, അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്, അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് ഗുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയെടുത്തു മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അതുപോലെ നല്ല മെസ്സേജ് തരുന്ന പാട്ട്. ഇപ്പോൾ മാപ്പിളപ്പാട്ട് ശാഖകൾ ശരിക്കും നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പൊ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പോലും ഒരു മാപ്പിളപ്പാട്ട് പാടുവോ എന്ന് ചോദിച്ചാൽ അവർ ആദ്യം പാടുന്നത് ചിലപ്പം ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്. ശരിയല്ലേ? പ്ലസ് ആണ്. എവിടെ ചോദിച്ചാലും മാപ്പിളപ്പാട്ട്. ശരിക്കും മാപ്പിളപ്പാട്ട് നമ്മുടെ ആളുകൾ പോലും എന്ത് ചെയ്യുന്നില്ല? മാപ്പിളപ്പാട്ടിനെ തിരിച്ചറിയുന്നില്ല, മാപ്പിളപ്പാട്ട് ശാഖകളെ തിരിച്ചറിയുന്നില്ല, മാപ്പിളപ്പാട്ട് തന്ന ഒരുപാട് നല്ല കവികളെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ കുറേ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, ഞാൻ പണി തരുമെന്നല്ലോട്ടോ, നമുക്ക് ഒരുമിച്ച് പാടാം. മാപ്പിളപ്പാട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു 2-3 അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും ഒരാൾ? വേണ്ട. ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഏതാ? ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഏതാന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരും? ഞാൻ സംസാരിക്കാൻ വന്നതല്ല, പാടാൻ വന്നതാണ്. കുറച്ച് പാട്ടുകൾ നമുക്ക് പാടാം. നമുക്കൊരു മ്യൂസിക് ഇട്ട് പാടാനുള്ള ചെറിയൊരു പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് നോക്കാം. ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഒന്ന് ആരെങ്കിലും പറഞ്ഞുതരും? ആരോ പറഞ്ഞു ഇവിടെ? ആർക്കും അറിയില്ല. ആദ്യത്തെ മാപ്പിളപ്പാട്ട് ശരിക്കും ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീൻ മാലയാണ്. അറിയോ? മുഹീദ്ദീൻ മാല അറിയോ? എല്ലാവരും ഒരുമിച്ചൊന്ന് ഞാൻ കേൾക്കട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. മുഹീദ്ദീൻ മാല ആർക്കും അറിയില്ലേ? കുറച്ച് ഭാഗം. തുടക്കം എങ്ങനെയാണ്? ഞാൻ മൈക്ക് തരില്ല, നിങ്ങൾ പേടിക്കണ്ട. കുറെ പേര് ഇങ്ങനെ നോക്കുന്നുണ്ട്, എനിക്കെങ്ങാനും മൈക്ക് തന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആദ്യത്തെ മാപ്പിളപ്പാട്ട് മുഹീദ്ദീൻ മാലയാണ്. അത് കഴിഞ്ഞ് കുറെ മാലപ്പാട്ടുകൾ നിങ്ങൾക്കറിയാം. മാലപ്പാട്ട് അറിയോ? അറിയില്ല. ഇഷ്ടം പോലെ മാല എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാന്നുള്ളത് എനിക്കറിയാം.
പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ മൈക്ക് തരുമോ എന്നുള്ളൊരു ബേജാറുകൊണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കെസ് പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, വട്ടപ്പാട്ട്, ഒപ്പനപ്പാട്ട്, അതോടൊപ്പം തന്നെ കത്തുപാട്ട്. നിങ്ങൾക്കറിയാം പണ്ട് കാലങ്ങളിൽ ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് എഴുതിയ കുറേ നല്ല കത്തുപാട്ടുകൾ. ചെറിയ വാക്കുകളിൽ പോലും വലിയ സാഹിത്യം ഒളിപ്പിച്ച വലിയ കവിയായിരുന്നു എസ് എ ജമീൽ സാഹിബ്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കത്തുപാട്ട് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. മക്കളും ഉമ്മമാർക്ക് എഴുതിയ കുറെ കത്തുപാട്ടുകളുണ്ട്. എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോദി, എൻ്റെ പൊന്നുമ്മാനെ കാണാനുള്ള പൂതി. അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തിയുമ്മ, അലകടലിനക്കരെയും. നല്ല കുറെ മാപ്പിളപ്പാട്ടുകൾ തന്നാല് മാപ്പിളപ്പാട്ട് ശാഖകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വട്ടപ്പാട്ട്, ഒപ്പനപ്പാട്ട് നമുക്ക് അറിയല്ലോ അല്ലെ? മനസഗമിൽ മുഹബത്ത് പെരുത്ത്. നല്ലൊരു കയ്യടി കൊടുക്കും. നിങ്ങൾ പിശുക്ക് കാണിക്കല്ലേ നിങ്ങൾ. അവർ നമുക്ക് വേണ്ടി അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഹിറ്റായിട്ടുള്ള വട്ടപ്പാട്ടുകളുണ്ട്. പുതിയ കാലത്ത് തന്നെ ട്രെൻഡായിട്ട് വന്ന കുറെ വട്ടപ്പാട്ടുണ്ട്. വട്ടപ്പാട്ടിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം, കല്യാണ പാട്ടുകൾ, പുതിയ കാലത്തെ കല്യാണ പാട്ടുകൾ. പണ്ട് നമ്മൾ കല്യാണ വീട്ടുകളൊക്കെ പഴയ രീതിയിലായിരുന്നു കല്യാണ പാട്ട് പാടിയിരുന്നത്. കല്യാണ പന്തലിൽ കൈ കൊട്ടിപ്പാടുന്നേ, കല്യാണ വീട്ടുകാർ കേട്ട് രസിക്കും. പിന്നെ കുറെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നു. പുതിയ കാലത്തെ നല്ല വട്ടപ്പാട്ടുകൾ വന്നു അല്ലേ? അറിയുന്നൊരു വട്ടപ്പാട്ട് പറയോ? ശറഫൂറ്റ ഖുറൈശിയിൽ പിറൈന്ദദാ ഹാഷിമീൻ ശുഹറായ മഹമൂദർ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എനിക്കറിയാം. പുതിയ കാലത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ടുള്ള കുറെ വട്ടപ്പാട്ടുകളുണ്ട്, ഒപ്പനപ്പാട്ടുകളുണ്ട്, കെസ്സുപാട്ടുകളുണ്ട്, കിസ്സപ്പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ വെറ്റിലപ്പാട്ട്. പണ്ട് കാലത്തൊക്കെ കല്യാണ വേദികളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത് വെറ്റിലപ്പാട്ടുകളായിരുന്നു. വെറ്റിലപ്പാട്ട് കേട്ടിട്ടുണ്ടോ? വെറ്റില തിന്ന് പാടലല്ല കേട്ടോ. വെറ്റിലപ്പാട്ട് എന്നതൊരു കാറ്റഗറിയാണ്. ഏതെങ്കിലും വെറ്റിലപ്പാട്ട് ആർക്കെങ്കിലും അറിയോ? കിളിവാലൻ ഒന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് കയ്യൊക്കെ അടിക്കാം, ഒന്നും സംഭവിക്കൂല. കിളിവാലൻ വെറ്റില നീട്ടി മുറുക്കിയിട്ട് കിളവന്മാരെല്ലാരും സഭയിൽ രസിക്കുന്നേ, കലപില കല്യാണ പാട്ടു വീരുത്തിയിട്ട്. ഇപ്പൊ വട്ടപ്പാട്ട്, വെറ്റിലപ്പാട്ട്, ഒപ്പനപ്പാട്ട്, ഇങ്ങനെ കുറെ കാറ്റഗറികളുണ്ട്. അതോടൊപ്പം തന്നെ കുറെ മാപ്പിളപ്പാട്ട് കവികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വൈദ്യരെ പോലെ, പി.ടി. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, നേരത്തെ പറഞ്ഞ എസ് എ ജമീൽ സാഹിബിനെ പോലെ, ഇപ്പൊ സ്ത്രീകളെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആയിഷ ബീഗത്തിനെ പോലെ, പുതിയ കാലത്തെ OM-നെ പോലെ കുറെ നല്ല മാപ്പിളപ്പാട്ടുകൾ നമുക്ക് തന്ന കുറെ നല്ല കവികളുണ്ട്. KT മുഹമ്മദ് സാഹിബും ബാബുക്കൊക്കെ തന്ന കുറെ നല്ല പാട്ടുകളുണ്ട് അല്ലേ? ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിന്റെ പകലൻ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക്ക് സമാനൂന. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവാലെ, ഉടനെ കഴുത്തന്റെ ദറുക്കൂബാപ്പ. ഇത്തരം പാട്ടുകളൊക്കെ നമുക്ക് ഇനിയും കേൾക്കാം. നല്ല പാട്ടുകളാ കുറെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നതോറും നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് കരോക്കെ വെച്ച കുറച്ച് പാട്ടുകൾ പാടാം അല്ലേ? അങ്ങനെയാണോ? അതാണോ വേണ്ടത്? സംസാരിക്കുമ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു പണി കൊടുക്കാം നമുക്ക്. നേരത്തെ HM നമുക്കല്ല, നിങ്ങളുടെ പ്രിൻസിപ്പൾ എനിക്കൊരു പാടി തന്നു. വേറെ നന്നായി പാടുന്ന മക്കളൊന്നും ഇവിടെ അല്ലേ? നന്നായി പാടുന്ന ഒരു ടീച്ചറെ പേര് പറയൂ. ഫസില ടീച്ചർ അല്ലാത്തൊരു ടീച്ചർ. ഫസില മാമിനെ പഠിച്ചു. മറ്റൊരു ടീച്ചറെ പേര് ജാസ്മി മാമിന് നല്ലൊരു കൈയടി നിങ്ങൾ കൊടുക്കുക. നമുക്ക് നല്ലൊരു, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ പാടിക്കോളാം, നിങ്ങൾ ജസ്റ്റ് നിന്നാൽ മതി. നല്ലൊരു കൈയടി നിങ്ങൾ കൊടുക്കുക. നമ്മുടെ ടീച്ചർമാരാണ്, നമ്മുടെ കുട്ടികളുടെ ടീച്ചർമാർ. ടീച്ചർ അങ്ങോട്ട് വാ. യെസ്, നല്ലൊരു കൈയടി, സ്ട്രോങ് ആയിട്ട് പ്ലീസ്. വയു നിങ്ങൾക്ക് അറിയുന്ന പാട്ട് ഞാൻ പറയുന്ന താഴ്ന്നു പാടിയാൽ മതി. ഇവിടെ താഴ്ന്നു പാടിയാൽ മതി. ഓക്കെ. ഓക്കെ. നേരത്തെ ഞാൻ 1-2 മാപ്പിളപ്പാട്ട് പാടിയപ്പോൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം,
ആരംഭത്തോഹാവിൻ അരുൾ നമ്മളോർക്കേണം. തുടക്കം ആർക്കെങ്കിലും, രക്ഷിതാക്കൾക്ക് ആർക്കെങ്കിലും, പാരന്റ്സ് കുറെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഇതിന്റെ തുടക്കം അറിയോ? ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം, ആരംഭത്തോഹാവിൻ അരുൾ നമ്മളോർക്കേണം. എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ്. വേറൊരു പാട്ട് പാടാം, അറിയുന്നവരെ സപ്പോർട്ട് ചെയ്യണം. പാഠപുസ്തകത്തിൽ മായിൽ പീലി വച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമിന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്, ഇപ്പോൾ ആ കഥകളെ അപ്പടി മറന്ന്. തുടക്കം ആർക്കെങ്കിലും അറിയോ? ഇവിടെ കുറെ സ്ത്രീകളല്ലാത്തവരും ഇരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പാടാം. കിട്ടിയ ചാൻസ് നമുക്ക് മുതലെടുക്കാം. ഞാൻ മൈക്കട്ടെ. ഓത്തുപള്ളിയിൽ ആകെ 4 പേരുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ പിഷ്കന്മാരം, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കൈയടിച്ചെങ്കിലും കൊടുക്കും. ഓക്കെ. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കിട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. ഞാനിവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് കരോക്കെ കേട്ട് ഒന്ന് അടിപൊളിയാക്കി വൈബാക്കി പോകാനാ വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു മയത്തിലുള്ള പാട്ടുകൾ പാടിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് മാപ്പിളപ്പാട്ടുകൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് നല്ല മാപ്പിളപ്പാട്ടുകൾ പാടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാം ഈ ഇരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും കുറച്ച് നല്ല ഇയാളെന്താ ഇത്തരം പാട്ടുകൾ മാത്രം പാടുന്നത്, ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇൻഷാ അല്ലാഹ് 1-2 പാട്ടുകൾ നമുക്ക് നല്ല അടിപൊളി പാട്ടുകൾ പാടാം. മറ്റൊരു പാട്ടോടെ പാടട്ടെ. ഓക്കെ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഇതിനെ തുടക്കം ഒന്ന് പാടിത്തരാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയ മുത്ത് മുഹമ്മദി തൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ഞാൻ ഒറ്റയ്ക്കാ പാടുന്നത്. ഒരു പാട്ടോടെ പാടി നമുക്ക് കുറച്ച് ട്രാക്കുകൾ പാടാം. കുട്ടികളെ പരിപാടി നടക്കാണ്ടില്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പാരന്റ്സ് ഒക്കെ ഇരിക്കുന്നത് അതിനാവാം. ഇയാളങ്ങ് കഴിഞ്ഞാൽ പോയി കിട്ടിയ സന്തോഷമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ടായേക്കാം. ഓക്കെ. പതിമക്കത്തുതിച്ചുള്ള മലരല്ലേ ബദറല്ലേ, ഒച്ചത്തിൽ മർഹബയ നൂറൈനി മർഹബയ ജദ്ദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 ഗുണമണിയായ റസൂലുള്ളാഹ്. ചില വേദിയിലൊക്കെ പോയാൽ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ടാവും. ഈ ഇത്തരം പാട്ടുകൾ കേൾക്കാനും പാടാനും ഇഷ്ടമുള്ളവരായിരിക്കാം ചില നല്ല വേദികളൊക്കെ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഗ്യാപ്പിൽ 1-2 പാട്ടുകൾ പാടാം. കുട്ടികളുടെ പരിപാടികൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ ഒരു ഭക്തിഗാനത്തോടെ ഒരു മെലഡി പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം അല്ലേ? പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ.
നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ മൈക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എന്നിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരി വരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. അറിയുന്നവരൊന്ന് കൂടെ പാടോ? കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ചെറുതായിട്ടൊന്ന് കൈയുണ്ട്, മെലഡിയാണ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും കരച്ചിലും പുഞ്ചിരിയും കൊച്ചുനുണ കുഴിയും ആ ഇഷ്കിൻ്റെ ഞെക്കുവിളക്കും വെളിച്ചമാണുള്ളിരുട്ടറയിൽ. ഇത് ഗെയിം തരും. ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ. അറിയുന്നവര് പാടുവോ? പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. Okay, thank you.